ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമ്മൾ ഈ റെയിൽവേ അല്ലെങ്കിൽ SSC എക്സാമിനൊക്കെ കാണുന്നതാണ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്. ഇതുപോലെ രണ്ട് ഡൈസ് കാണിക്കും, എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതായിരിക്കും, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ടൈപ്പ് 1 പ്രോബ്ലത്തിനകത്തേക്ക് വരാം. ഓക്കെ, അതിന് ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 2ന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്, അല്ലെങ്കിൽ 3യുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്, 6ന്റെ ഓപ്പോസിറ്റ് ഏതാണ്, 5ന്റെ ഓപ്പോസിറ്റ് ഏതാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ്. ഓക്കെ, അങ്ങനെയുള്ള ആൻസർ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ടൈപ്പ് 1 ആണോ, ടൈപ്പ് 2 ആണോ, ടൈപ്പ് 3 ആണോ എന്നൊക്കെയാണ്. അതായത് ടൈപ്പ് 1 എന്ന് പറഞ്ഞാല് രണ്ട് പൊസിഷൻസിലും ഏതെങ്കിലും ഒരു സൈഡ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കാം, 3 എന്ന് പറയുന്ന സൈഡ്, അത് ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. ഓക്കെ, അങ്ങനെ രണ്ടിടത്തും 3 ഉണ്ട്, അന്നേരം ഒരു സൈഡ് ഈക്വൽ ആണ് ഇവിടെ. ഇനി മറ്റ് രണ്ട് സൈഡ് നോക്കുക, 1 2 6 5, ഇത് രണ്ടും ഡിഫറെന്റ് അല്ലേ. അന്നേരം ഏതെങ്കിലും ഒരു സൈഡ് മാത്രമാണ് ഈക്വല്. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എങ്ങനെയാണ് ഓരോ സൈഡിന്റെ ഓപ്പോസിറ്റ് കണ്ടെത്തേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. അന്നേരം ഈ ഒരു ട്രിക്ക് മാത്രം നോക്കി വെച്ചാൽ മതി, ഏത് സൈഡിന്റെ ഓപ്പോസിറ്റ് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും, ഈസി ആയിട്ട് കണ്ടെത്താം. ഓക്കെ, അന്നേരം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതാണ് ഈക്വൽ ആയിട്ട് വന്ന സൈഡ്, അത് നമ്മൾ ആദ്യം ഒന്ന് സർക്കിൾ ചെയ്യാം. അന്നേരം ഇവിടെ 3 ആണ് ഈക്വൽ ആയിട്ട് വന്നത്, അന്നേരം 3 സർക്കിൾ ചെയ്തു. ഇവിടെയും 3 ആണ്, 3 അങ്ങ് നമ്മൾ ആദ്യം സർക്കിൾ ചെയ്തു. ഓക്കെ, ഇനി നമ്മള് 3യിൽ നിന്നും ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ സൗകര്യത്തിന് നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം. ഇവിടെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്താൽ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോവുക. അന്നേരം ക്ലോക്ക് വൈസിൽ പോകുമ്പോ 3യിൽ നിന്നും 2, 2ൽ നിന്നും 1. ഓക്കെ, ഈ ഡയറക്ഷൻ എടുക്കുക, 3 2 1 ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഇവിടെ നമ്മൾ എങ്ങനെ എടുക്കുക, 3യിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, കാരണം ഈക്വൽ ആയിട്ടുള്ള സൈഡ് അല്ലേ. 3 5 6. ഓക്കെ, രണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ എടുത്തു. ഇനി നമ്മൾ താഴെ എഴുതുക, 3 2 1 3 2 1. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, 3 5 6 3 5 6. ഇനി നമുക്ക് നോക്കാം ഓരോന്നിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണെന്ന് നമുക്ക് ഇനി കണ്ടെത്താം. 2ന്റെ ഓപ്പോസിറ്റ് സൈഡ് 5 ആയിരിക്കും. ഓക്കെ, 2ന് താഴെയല്ലേ 5 വന്നത്, അതായത് 2ന്റെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും 5 ആയിരിക്കും. 1ന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. 1 6 എന്തായിരിക്കും, പരസ്പരം ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ 2ഉം 5ഉം എന്തായിരിക്കും, പരസ്പരം ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി 3യുടെ ഓപ്പോസിറ്റ് വരുന്നത്, ഇനി ബാലൻസ് ഏത് സൈഡാ ബാക്കിയുള്ളത്, 4 അല്ലേ. അന്നേരം 3യുടെ ഓപ്പോസിറ്റ് ആയിരിക്കും ആ 4 എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ 3യുടെ ഓപ്പോസിറ്റ് 4 ആണ്, 2ന്റേത് 5 ആണ്, 1ന്റെ 6 ആണ്. അന്നേരം ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് ചോദിക്കുന്നത്. അന്നേരം ഈ ഒരു ട്രിക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാത്തിന്റെ ഓപ്പോസിറ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ടൈപ്പ് 2വിനകത്തേക്ക് വരാം. അടുത്ത് നമുക്ക് സെക്കൻഡ് ടൈപ്പിനകത്തേക്ക് വരാം. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് വളരെ സിമ്പിൾ ആണ്. അതായത് രണ്ട് സൈഡ്സ് ഇവിടെ ഈക്വൽ ആയിട്ട് വരും. ഓക്കെ, രണ്ട് പൊസിഷൻസിനകത്തും രണ്ട് സൈഡ്സ്. ഇപ്പൊ ഇവിടെ 1 3, ഇതേ സൈഡ്സ് തന്നെയാണ് ഇവിടെയും വന്നേക്കുന്നത്, 1 3. ഓക്കെ, അതിന്റെ രണ്ട് സൈഡ്സ് വന്നു. അപ്പൊ രണ്ട് സൈഡ്സ് വന്നെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്ന ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാല് ഈ 1ഉം 3ഉം നമ്മളങ്ങ് മാറ്റി വെക്കുക, അത് രണ്ടും ഒന്ന് സർക്കിൾ ചെയ്ത് വെക്കുക. ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് നമ്മൾ സർക്കിൾ ചെയ്തു. ഇനി ബാക്കിയുള്ളത് നോക്കുക, 2 5. ഓക്കെ, അതിന്റെ 2ന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, 5 എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന രണ്ട് ഓപ്പോസിറ്റ് സൈഡുകൾ മാത്രമാണ്, ഒന്ന് 2 ഒന്ന് 5. ഇത് രണ്ടും പരസ്പരം ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും, വേറെ ഒന്നും നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് ടൈപ്പ് 2 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൈപ്പ് 3യിലേക്ക് വരാം. ടൈപ്പ് 3 എന്ന് പറഞ്ഞാല് നോ ഈക്വൽ സൈഡ്സ്, അതായത് ഈ രണ്ട് പിക്ചേഴ്സിലും ഈ രണ്ട് പൊസിഷൻസിലും ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് കാണത്തില്ല. ഇപ്പൊ ഇവിടെ നോക്കുക, 1 2 3, ഇവിടെ 4 5 6. അന്നേരം അവിടെ ഈക്വൽ സൈഡ്സ് ഇല്ല. അന്നേരം ഈക്വൽ സൈഡ്സ് ഇല്ലാത്ത കേസാണ് തന്നേക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല,
ഓപ്പോസിറ്റ് സൈഡ് കണ്ടെത്താൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇങ്ങനെ രണ്ട് പിക്ചേഴ്സ് തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു 5ന്റെ ഓപ്പോസിറ്റ് എത്രയാണ്. അപ്പൊ 5ന്റെ ഓപ്പോസിറ്റ് എത്രയാണെന്ന് കണ്ടെത്താൻ നമുക്ക് അവിടെ പറ്റത്തില്ല. അന്നേരം ഓപ്ഷനകത്ത് 2, 3, 4 എന്നൊക്കെ കാണും. ബട്ട് ഏറ്റവും അവസാനം കനോട്ട് ബി ഡിഫൈൻഡ് എന്നോ കനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്നോ ഒരു 4ാമത്തെ ഓപ്ഷൻ കാണും. അന്നേരം നമ്മൾ എന്ത് ചെയ്യാം, 4ാമത്തെ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം.